പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്നെ കുറേ നാളുകളായിട്ട് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും മാനസികപരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ചേട്ടൻ്റെ ആൾക്കാർ. കുറേ ആൾക്കാരുണ്ട്. ഇവർ ആവശ്യമില്ലാതെ എൻ്റെ പുറകെ പിന്തുടരുകയും ആവശ്യമില്ലാത്ത സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം തെളിവുകളോ ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് ഇവർ മാനസികപരമായിട്ട് എന്നെ ഒരു പ്രാവശ്യം കള്ളക്കേസ് ഉണ്ടാക്കുന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ പരസ്യമായിട്ട് ആക്ഷേപിക്കാനും ഞങ്ങളെ പരസ്യമായിട്ട് തേജോബദ്ധം ചെയ്യാനായിട്ടും വരുന്നുണ്ട്. ഞങ്ങളുടെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യിച്ചിട്ട് എനിക്ക് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കർമ്മങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടുന്ന. ഈ കർമ്മങ്ങൾ നാട്ടുകാരറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവർ പല കർമ്മങ്ങളും ഇതുപോലെ ചെയ്തു വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വലിയ സത്യവാദിയാകാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് അതിന് ഉദാഹരണമാണ് ഞാൻ ഇൻഫോസ്റ്റേജ് എന്ന് പറയുന്ന രവിപുരത്തെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഫോണിലേക്ക് വിളിച്ചേച്ച് എന്നെ ആവശ്യമില്ലാത്ത തെറി വിളിക്കുന്ന രംഗമാണ് കേൾക്കുന്നത്. ഇതാ കേട്ടുള്ളൂ. ഇവർ എന്നെ വിളിച്ചേച്ച് തെറി വിളിക്കുന്ന രംഗമാണ്. ഇങ്ങനെ എന്നെ മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്ന ഇവിടെ വന്നേച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മാനസികപരമായിട്ട് പീഡിപ്പിക്കാം. എൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ ഇങ്ങനെ ഒത്തിരി മാനസികപരമായിട്ട് ഇയാളുടെ അനിയനും ഇയാളുടെ ഭാര്യമാരും ഒക്കെ ഞങ്ങളെ മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊക്കെ അറിയണം. ഈ ബന്ധപ്പെട്ടവരെ അടിയന്തരമായിട്ട് ഇയാളെ പിടിച്ച് കൊണ്ടുപോയി ജയിലടയ്ക്കണം. ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയില്ല. ഇയാളെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനെ അറിയിച്ച് നടപടി എടുപ്പിക്കണം. ഇങ്ങനെയൊക്കെ വന്ന് തെറി വിളിക്കുകയും കള്ളക്കേസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതിങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ്. എനിക്കറിയില്ല, ഏതോ ഒരു ഫോണിൽ കൂടി വിളിച്ചേച്ച് എന്നെ തെറി വിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ, ഇവരുടെ കുറേ പൊട്ടയ ആൾക്കാരും കൂടെ വന്നേച്ചാൽ ആവശ്യമില്ലാത്ത മാനസികപരമായിട്ട് എന്നെ പീഡിപ്പിക്കുകയാണ്. ഞാനിത് ആരോടും പറയില്ല. എന്നിട്ട് എനിക്ക് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞ് വരത്തുകയാണ്. എന്നിട്ട് ലോക്കൽ കമ്മിറ്റി പറഞ്ഞു, മറ്റവർ പറഞ്ഞു. ഞാനൊരു ലോക്കൽ കമ്മിറ്റിക്കോ ഒരു ആർക്കും ഞാൻ ഇതുവരെ അവർക്കെതിരെ ഒരു വാക്കുപോലും ചൊല്ലിയിട്ടില്ല. ഞാനിപ്പം BJP ഇതിലാണ് ആകുന്നത്. അത് ഇതാണോ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇതിലാണ്. എന്നിട്ട് ആവശ്യമില്ലാത്ത മുസ്ലിങ്ങളെ ഞാൻ ഏതാണ്ട് പറഞ്ഞെന്നൊക്കെയാണ് ഞാനൊരു കാര്യമോ അവരെ പറ്റിയോ ഒരാളെ പറ്റി ഞാൻ ഒരു വാക്ക് ചൊല്ലിയിട്ടില്ല. ഞാനൊരു നല്ല ഹിപ്നോട്ടിസ് ട്രെയിനറാണ്. ഞാൻ ആരെയും കൊഞ്ഞനം കുത്താൻ പോയിട്ടില്ല. ഞാൻ എൻ്റേതായ കാര്യങ്ങൾ നോക്കി എൻ്റെ കുടുംബ ജീവിതവുമായിട്ട് പോവുകയാണ്. എൻ്റെ മോനെയും എൻ്റെ കുഞ്ഞിനെയും ഒക്കെ വളർത്തി എടുക്കാനുള്ള പരിപാടിയിൽ ഇയാൾ ഇവിടെ വന്നേച്ച് എന്നെ തെറി വിളിക്കുന്നത് കണ്ടോ. ഇപ്പോൾ മനസ്സിലായല്ലോ ആരാണ് തെറ്റുകാരെന്ന്. എൻ്റെ അവിടുത്തെ മുണ്ടിയപ്പള്ളിയിലുള്ളവരും എല്ലാവരും കേൾക്കണം. കവിയൂരല്ല, ഞാനിത് അവിടുത്തെ പ്രസിഡൻറ്റിനും ഒക്കെ സജി സാർ അവർക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അവരാരും ഒന്നും മിണ്ടാതെ വായു അടച്ച് ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഇവർ ക്യാൻവാസ് ചെയ്യുകയാണ് പോലീസിലും മറ്റെല്ലാം. ഒരു MLA ഉണ്ട്, മാത്യു ടി തോമസ്. അയാൾ ഇത് കേൾക്കണം. അയാൾ ഇങ്ങനെ ചുമ്മാതെ ആരെങ്കിലും കേൾക്കുമ്പോൾ പോലീസിന് വിളിച്ച് പറയലല്ല ചെയ്യേണ്ടത്. എന്താ കാര്യമൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതാണ് വേണ്ടത്.